ചേട്ടാ, പെയിൻറ്റ് എന്ന് പറയുമ്പോൾ കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ്, പറയാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് അത് ലീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വലിയ വലിയ ബ്രാൻഡ്സാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പെയിൻറ്റ് ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് ആദ്യം വന്നത്? പെയിൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പെയിൻറ്റിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമില്ലായിരുന്നു. ഫ്രം ദ ചൈൽഡ്ഹുഡ് തന്നെ ഒരു മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യണം, സ്പെഷ്യലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് മാനുഫാക്ചറിങ് ആകുമ്പോഴേ നമുക്കൊരു നല്ല പ്രോഫിറ്റബിലിറ്റി കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ചെറിയ മനസ്സിലൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ MBA ചെയ്തത്. MBA ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ബിസിനസ്സുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം നമുക്കൊരു ബിസിനസ്സിനെ റൺ ചെയ്തിട്ട് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം നോക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഫിറ്റബിലിറ്റി വേണം, പിന്നെ എക്സ്പൈറ്റ് സ്കേലബിലിറ്റി വേണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്തെല്ലാം ചൂസ് ചെയ്തപ്പോഴാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് പെയിൻറ്റിനെ. അങ്ങനെ പിന്നെ പെയിൻറ്റിൻ്റെ ആൾക്കാർ, പെയിൻറ്റ് നമ്മുടെ കെമിസ്റ്റ് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് റോ മെറ്റീരിയൽ, എങ്ങനെയാണ് മിക്സിങ് പ്രോസസ്സ്, എങ്ങനെയാണ് അതിലേക്ക് പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി പല രീതിയിലും അത് ട്രൈ ചെയ്തു. അന്നേരം ഇത് ഇന്നത്തെ പോലെ ഗൂഗിളും മറ്റേ സംഭവമൊന്നുമില്ല, നെറ്റിനകത്ത് കുറച്ച് അത് മാത്രമേ ഉള്ളൂ. ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2007. ഓക്കെ. അന്നും ആക്ച്വലി നേരിട്ട് മാനുഫാക്ചറിംഗിലാണോ സ്റ്റാർട്ട് ചെയ്തത്? അതേ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് അങ്ങനെ തുടങ്ങിയിട്ടാണോ? എവിടെ? ജയ്പൂരിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ബിഗ് കമ്പനീസ് ഉള്ളൊരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും നമ്മുടേതായ ഒരു നീഷായിട്ടുള്ള ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു USP ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പം ഈ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പെയിൻറ്റ്സ് ആണെങ്കിലും ബർജറിൻ്റെ പെയിൻറ്റ്സ് ആണെങ്കിലും ഇപ്പം ഐത്തൻ്റെ മേക്ക് ഓവറിൻ്റെ പെയിൻറ്റ്സ് ആണെങ്കിലും പെയിൻറ്റ് ഈസ് ഓൾ ദ സെയിം, റൈറ്റ്? അപ്പം നമ്മൾ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യല്ലേ അവരെല്ലാവരുമായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ അതിനുള്ള ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ വലിയൊരു ബ്രോഡ് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഏഷ്യൻ പെയിൻറ്റ്സ് അല്ലെങ്കിൽ ബർജറിനെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തതല്ല ഇത്. നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കണം, നമ്മൾ ലൈഫ് ഒന്ന് ചേഞ്ച് ആകണം. അതായിരുന്നു ഫസ്റ്റ് സ്വപ്നം. അങ്ങനെയാണ് ഞാനൊരു ചെറിയ 200 സ്ക്വയർ ഫീറ്റ് ഒരു ബേസ്മെൻറ്റ് എടുത്തിട്ട് അവിടെയാണ് ചെറിയ രീതിയിൽ ഇപ്പം പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ അതിനകത്തൊരു ചെറിയൊരു പോയിൻ്റാണ് ടെക്സ്ചർ പെയിൻറ്റ്. ടെക്സ്ചർ പെയിൻറ്റിനകത്തും ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഗ്രാജുവലി അതൊന്നും കുഴപ്പമില്ലാതെ സക്സസ്ഫുൾ ആയപ്പം പിന്നെ ഓരോരോ പ്രൊഡക്റ്റ് കാറ്റഗറി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. നോർത്തിലൊക്കെ ഡിസ്റ്റംപേഴ്സ് കൂടുതൽ പോകും, ഡിസ്റ്റംപേഴ്സ്, പിന്നെ ഇമൽഷൻസ്, പ്രൈമർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് കാറ്റഗറി ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ഓവറോൾ എന്ന് പറഞ്ഞാൽ മറ്റേ കമ്പനികൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതലും മാർജിൻസും സർവീസസും നമ്മൾ കൊടുക്കാൻ തുടങ്ങി. സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണെങ്കിലും അതെ. ആദ്യം ഡയറക്റ്റ് ബ്രാൻഡായിട്ട് തന്നെയാണോ ചെയ്തത്? അതേ നമ്മുടെ ഒരു വൈറ്റ് ലേബിൾ ചെയ്ത് വേറെ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, ഫ്രം ദ ബിഗിനിങ് തന്നെ ഞാനൊരു മേക്ക് ഓവറിൻ്റെ ഫസ്റ്റ് ടെക്സ്ചർ പെയിൻറ്റ്സ് ഒക്കെ ബാക്ക് പാക്കിങ്ങിലാണ് കൊണ്ടുവരുന്നത്. ബിക്കോസ് നമുക്ക് ബൊക്കറ്റൊക്കെ മേടിക്കാനുള്ള ഫണ്ടൊന്നും ഇല്ല. അതിന് ബാക്ക് പാക്കിങ്ങിനകത്ത് 30 കിലോയുടെ ബാഗിനകത്ത് നിറച്ചിട്ട് ആയിരുന്നു സൈറ്റിൽ കൊണ്ടുപോകും. ഇനീഷ്യലി നമ്മളോട് ഇപ്പം ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ട്, നമ്മളൊരു കമ്പനി അല്ലാത്തതുകൊണ്ട്, വലിയൊരു കമ്പനി ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് ആരും മേടിക്കത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പല ഈ ബിൽഡർമാരെ കൺവിൻസ് ചെയ്തിട്ട് അവരുടെ ചെറിയ ഫ്ലാറ്റ്സ് അതൊക്കെ ഞങ്ങൾ പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറയും. അങ്ങനെ അത് ഞങ്ങൾ തന്നെ പെയിൻറ്റ് ചെയ്യും, പെയിൻറ്ററിനെ വെച്ച് പെയിൻറ്റ് ചെയ്യിക്കും. അങ്ങനെ കുറച്ച് പെയിൻറ്റ്സൊക്കെ ചെയ്തപ്പം അവരുടെ റെഫറൻസസ് വരെ കിട്ടാൻ തുടങ്ങി. അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പായി. അങ്ങനെ അവർ വേറെ റെഫറൻസസ് പറയുമ്പം അവരുടെ വീടും ബിൽഡിങ്ങും 1, 2, 3 നിലയൊക്കെയുള്ള ബിൽഡിങ്സ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണെന്ന് അവർക്ക് അറിഞ്ഞപ്പം പിന്നെ അവർക്ക് റെഫറൻസസ് കിട്ടി. അങ്ങനെ ഒരു 3-4 വർഷം കൊണ്ട് നല്ല രീതിയിൽ എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. കേരളത്തിലേക്ക് എപ്പോഴാണ് വന്നത്? കേരളത്തിലേക്ക് വന്നിട്ട് ഇപ്പം 8 years ആയി. അതെ, അതായത് 2015 ആ ടൈമിലാണോ? അതെ, 15 അതിലാണ്. ഓക്കെ. നമുക്ക് പെയിൻറ്റിൻ്റെ ആക്ച്വലി കുറേ കാറ്റഗറീസ് ഉണ്ട്. പെയിൻ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു സെറ്റല്ലേ, അതിനകത്ത് കുറേ സബ്സെറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് അതിലോരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ പെയിൻറ്റ്സിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും നമുക്ക്? പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ദാറ്റ് മീൻസ് നമ്മളൊരു പ്രൊഡക്റ്റിനെ കവർ ചെയ്യുന്നു, ഒരു മേക്ക് ഓവർ ചെയ്യുന്നു. അതാണല്ലോ പെയിൻറ്റ് എന്ന് പറഞ്ഞത്. അതിന് പെയിൻറ്റിനകത്തുള്ളതെന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡെക്കറേറ്റീവ് പെയിൻറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ വീട്ടിലടിക്കുന്ന ഡെക്കറേറ്റീവ് പെയിൻറ്റ്സ്, ഇമൽഷൻ പെയിൻറ്റ്, പ്രൈമേഴ്സ്, ഡിസ്റ്റംപേഴ്സ്, അതൊക്കെ ആണ് ഇതിന് വരുന്നത്. അതാണ് 70-80% ഓഫ് ദ പെയിൻറ്റ് ഇൻഡസ്ട്രിക്കകത്ത് ഇന്ത്യയിൽ നടക്കുന്ന 80% ഡെക്കറേറ്റീവ് പെയിൻറ്റ്സ് ആണ്. ബാക്കി പിന്നെ ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സ് ഉണ്ട്, കോയിൽ കോട്ടിങ്സ് ഉണ്ട്, പൗഡർ കോട്ടിങ്സ് ഉണ്ട്, മെറൈൻ പെയിൻറ്റ്സ് ഉണ്ട്, അങ്ങനെ ചെറിയ കാറ്റഗറി, വുഡ് കോട്ടിങ്സ് ഉണ്ട്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോകും. സോ 80% ഡെക്കറേറ്റീവ് പെയിൻറ്റ്സ്, ബാക്കി എല്ലാമാണ് ബാക്കി. 4% എനിക്ക് തോന്നുന്നത്
മറ്റേ ഇത് ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സ്, പിന്നെ ബാക്കി 2% ഇൻഡസ്ട്രിയൽ പെയിൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള പെർസെൻറ്റേജിലാണ് പോകുന്നത്. നമുക്കപ്പോൾ ഡെക്കറേറ്റീവ് പെയിൻസിലേക്ക് തന്നെ ഡെക്കറേറ്റീവ് പെയിൻസിലേക്ക് അപ്പോൾ പറഞ്ഞത് ഡിസ്റ്റംബർ ഇമൽഷൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസം എല്ലാം ഫോർമുലേഷൻ്റെ അല്ലെ അതിലിടുന്ന എഡിറ്റീവ്സിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളാണുള്ളത്. ഇത് ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ലോ കോസ്റ്റ് പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിസ്റ്റംബർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റംബർ ആക്ച്വലി രാജസ്ഥാനിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇൻറ്റീരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. കേരളത്തിൽ യൂസ് ചെയ്യാറില്ല? കേരളത്തിൽ ഒരു പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതെന്താ അവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കാത്തതിന് കാരണം? ബേസിക്കലി ഇവിടുത്തെ പർച്ചേസിംഗ് പവർ ഭയങ്കര ഹൈ ആണ് ആസ് കമ്പയർ ടു നോർത്ത്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടി പ്രീമിയം സെഗ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കുന്ന ആൾക്കാരാണ്. ഈ ഡിസ്റ്റംബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി കുറച്ച് ചീപ്പായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. പക്ഷേ ആ ട്രെൻഡ് പേർപ്പസ് മീറ്റ് ചെയ്യുന്ന സെയിം തന്നെയാണ് ഡെക്കറേറ്റീവ് പെയിൻസ്, ഐ മീൻ വീട്ടിലുള്ള അടിക്കാവുന്ന പെയിന്റ് ആയിട്ട്. അതെ അതെ. ഓക്കെ. മലയാളികൾ അത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഈ മേടിച്ച് കണ്ടിട്ടുള്ളത് വീടിനടിക്കാൻ തന്നെയാണോ? പിന്നെ ഏത് ഇമൽഷൻ പെയിൻറ്റ്സോ? അല്ല, ഈ ഡിസ്റ്റംബേഴ്സ് ഡിസ്റ്റംബർ നമ്മൾ മലയാളികൾ യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഈ 8 വർഷത്തിനകത്ത് ഒരു ബക്കറ്റ് പോലും വിറ്റിട്ടില്ല. കേരളത്തിൽ വിറ്റിട്ടില്ല. എമൽഷൻസ് ആണെങ്കിലോ? ഇമൽഷൻസ് ഹയർ ക്വാളിറ്റി ഇമൽഷൻസ്, വാഷബിൾ ഇമൽഷൻസ്, അതൊക്കെയാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഈ നമ്മുടെ ഏഷ്യൻ പെയിൻസിനകത്തൊക്കെ ഓരോ തവണ വരുമ്പോഴും ഓരോ ആഡുകളല്ലേ വരുന്നത്. അപ്പം പായലെവിടെ പൂപ്പലെവിടെ എന്ന് പറയുന്നത് പായൽ പിടിക്കാത്തത്, അത് കഴിഞ്ഞിട്ട് ഈ പിള്ളേർ ഭിത്തിയിൽ വരച്ച് വിട്ടിട്ട് അത് പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ആക്ച്വലി എമൽഷൻ പെയിൻസിന്റെ ഓരോ മിക്സിങ്ങിനകത്ത് വരുന്ന ഇതാണോ? അതെ, അതൊക്കെയാണ് ആ പ്രോഡക്റ്റിന്റെ കാറ്റഗറി ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് ഇമൽഷൻ പെയിൻറ്റ്സിനകത്ത് എൻട്രി പ്രൊഡക്റ്റ് ഉണ്ട്, ഹയർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ട്, വാഷബിൾ ഉണ്ട്, അങ്ങനെ പല പല രീതിയിലുള്ളതുണ്ട്. സോ ദാറ്റ് മീൻസ് ഇപ്പം ഒരു 1500 2000 രൂപ തൊട്ടുള്ള ഇൻറ്റീരിയർ ഇമൽഷൻസ് ഉണ്ട്. പക്ഷേ അത് 8000 രൂപ 10000 രൂപ വരെ ലിറ്ററിന് 20 ലിറ്ററിന് അതുവരെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ ടെഫ്ലോൺ കോട്ടിംഗ് വരുന്നത് അങ്ങനെയൊക്കെ പറയുന്നപ്പോൾ എന്താണ് ടെഫ്ലോൺ കോട്ടിംഗ് എന്ന് പറയുന്നത്? ടെഫ്ലോൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇതിൽ അഡിറ്റീവ്സ്, പല പല അഡിറ്റീവ്സിൻ്റെ മിക്സ്ചറാണ് ഒരു പെയിൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ഇമൽഷനകത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രി ഇമൽഷനകത്ത് യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സ് എല്ലായിരിക്കും നമ്മൾ ഹയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് അതിടുന്നത്. അതിനും ഓരോരോ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഓരോരോ അഡിറ്റീവ്സ് ആണ്. അത് വെച്ച് അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ അടിച്ചു കഴിഞ്ഞാൽ കാണുന്നത്. ടെഫ്ലോൺ കോട്ടിങ്സ് എന്ന് പറയുമ്പോഴും ഹയർ വാഷബിലിറ്റി പെയിൻറ്റ്സ് എന്ന് പറയുമ്പോഴും ഇപ്പം എക്സ്റ്റീരിയർ ഇമൽഷൻ അത് UV പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴും വാട്ടർ ഇലാസ്റ്റോമെറിക് പോളിമർ എന്ന് പറയുമ്പോഴും അതെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറിയാണത്. ഓക്കെ. ഈ നമുക്ക് ഈ വാട്ടർ പ്രൂഫ് പെയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ ഇപ്പോൾ എന്താ പറയുക ഡോക്ടർ ഫിക്സിറ്റൊക്കെ പോലെ, അത് ആക്ച്വലി എല്ലാം പെയിൻറ്റ് ഇൻഡസ്ട്രി തന്നെ വരുന്നത്, ഐ മീൻ പെയിൻറ്റ് ഫീൽഡിൽ തന്നെ വരുന്നതാണോ? ഇത് ആക്ച്വലി വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് ഓവറോൾ. പക്ഷേ വാട്ടർ പ്രൂഫിംഗ് പെയിൻറ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റോമെറിക് പോളിമർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഇലാസ്റ്റോമെറിക് പോളിമറാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് യൂസ് ചെയ്യുന്നത്. ആ സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും, സെയിം പ്രൊഡക്റ്റ് മീൻസ് അതുപോലത്തെ കാറ്റഗറി പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ എക്സ്റ്റീരിയർ ഇമൽഷൻ ഉണ്ടാക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി പെയിൻറ്റിൻ്റെ തന്നെ വേറൊരു കാറ്റഗറിയാണ് ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. പെയിൻറ്റ് ഒരു കാറ്റഗറി തന്നെയാണ്, പക്ഷേ വാട്ടർ പ്രൂഫിംഗ് എൻറ്റയർ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് വാട്ടർ പ്രൂഫിങ്ങിന്. ഇപ്പോൾ അതിനകത്ത് നോട്ട് ഓൺലി കോട്ടിംഗ്, ഒരു സിംഗിൾ കോട്ടിംഗ് ചെയ്തിട്ട് പെയിൻറ്റ് നമ്മൾ കോട്ട് ചെയ്ത് മാത്രമല്ല, പല പല 2 ടൈപ്പ് മിക്സ്ചർ ഉണ്ട്. ഇപ്പം സിമെൻറ്റും അതൊക്കെ മോട്ടാർ മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. അതല്ലാതെ പെയിൻറ്റ് പോലെ തന്നെ വേറെ ഒരു കാറ്റഗറി പ്രോഡക്റ്റാണ്. അതിനകത്ത് 1-2 പ്രോഡക്റ്റേ ഉള്ളൂ പെയിൻറ്റ് പോലെ തന്നെ യൂസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ്. ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഡോക്ടർ ഫിക്സിറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർ ടാങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ആൾക്കാർ അടിക്കാറുണ്ട്. എന്നിട്ട് അപ്പം അത് ആക്ച്വലി എന്തെങ്കിലും ഹാംഫുൾ ആണോ? ഐ മീൻ കാരണം വാട്ടറുമായിട്ട് അത്രയും നേരം ടൈമിൽ ഈ പെയിൻറ്റ് മിക്സായി, ഐ മീൻ ആ ഒരു കോണ്ടാക്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആക്ച്വലി എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഹാംഫുൾനെസ് ക്രിയേറ്റ് ചെയ്യുമോ? അവരുടെ പ്രൊഡക്റ്റ് കാറ്റഗറി എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഈ ഒരു ഓവറോൾ ഈ ഒരു കാറ്റഗറി പറ്റി ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് ഞങ്ങളുടെ മിസ്റ്റർ ബുളിൻ്റെ പേരിലുള്ള പ്രൊഡക്റ്റാണ്. മിസ്റ്റർ ബുളിനാണ് ആ കാറ്റഗറി വാട്ടർ പ്രൂഫിംഗ്. ഞങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം VOC ഫ്രീ ആയിരിക്കും. ദാറ്റ് മീൻസ് VOC വോളറ്റൈൽ ഓർഗാനിക് കണ്ടൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഹാംഫുൾനെസ് ഇല്ലാത്ത കെമിക്കൽസും അഡിറ്റീവ്സും യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ഇതിനകത്ത് വെള്ളത്തിൻ്റെ കോൺടാക്റ്റ് ഉണ്ട്, നമ്മളെപ്പോഴും പല കാര്യത്തിന് യൂസ് ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ആകുമ്പം അങ്ങനത്തെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ.